ഫിലിപ്പൈൻസ് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ കേരളത്തിൽ എത്തിച്ചേർന്ന ആളുകളുമായി നടത്തിയ ഡിസ്കഷൻ കേരളത്തിലെ കയർ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയും അതിന്റെ മെഷീനറികളെക്കുറിച്ച് കാണുന്നതിനും മനസ്സിലാക്കുന്നതിനുമാണ് ഗവൺമെന്റ് പ്രതിനിധികൾ എന്നുള്ള നിലയിൽ അവരിവിടെ എത്തിച്ചേർന്നത്. നാഷണൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാവിലെ 10 മണിക്ക് അവർ എത്തുകയുണ്ടായി. അവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം അവർ നോക്കിക്കണ്ട് മനസ്സിലാക്കുകയും അവിടെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള മിനി ഡീഫൈവറിംഗ് മെഷീൻ അവരെ കാണിച്ചു കൊടുക്കുകയും അതിന്റെ പ്രവർത്തനം എങ്ങനെയെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെന്റുമായി ഒരു MOU ഒപ്പുവെക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ മെഷീനറികൾ ഫിലിപ്പൈൻസിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം എന്നതാണ് അവരുടെ ആവശ്യം. അതുകൂടാതെ നാളെ അവർ കയർ കോർപ്പറേഷനിലും ഫോർമാറ്റിംഗ്സിനും, അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഫോർമാറ്റിംഗ്സിനും കയർ കോർപ്പറേഷനിലും നാളെ രാവിലെ വിസിറ്റ് ചെയ്യുന്നതാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അവര് അവിടേക്ക് പോകുന്നത്. ബഹുമാന്യായ മുഖ്യമന്ത്രിയുമായി നേരിൽ കണ്ട് ചർച്ചകൾ നടത്തുകയുണ്ടായി. അവരുടെ താൽപര്യങ്ങൾ മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫിലിപ്പൈൻസ് ഗവൺമെന്റുമായി നേരിട്ട് ഒരു MOU ഉണ്ടാക്കുവാനും നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മെഷീനറികൾ കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതുകൂടാതെ കയർ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും അവർ താൽപര്യങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കയർ ഉൽപ്പന്നങ്ങൾ എങ്ങനെ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചും അവർ പഠിക്കുന്നു എന്നാണ് അവർ അറിയിച്ചത്. ഏതായാലും കയറിന്റെ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു സംരംഭമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. അതെ, ഡീഫൈബറിംഗ് മെഷീനോടൊപ്പം തന്നെ കയർ പ്രോഡക്ട്സ് കൂടി കയറ്റുമതി ചെയ്യുന്നതിന് ഇപ്പോൾ തന്നെ കയറ്റുമതി കുറെ ഉണ്ട്. എങ്കിൽ പോലും കുറെ കൂടി കാര്യക്ഷമതയോടുകൂടി നമുക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് കൂടി ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. MOU സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് NCRMA ആണ് ഇത് നമ്മുടെ മെഷീനറി കണ്ടുപിടിച്ച് അവരാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ NCRMAയുമായി, അപ്പൊ NCRMA എന്ന് പറയുമ്പോൾ ഗവൺമെന്റുമായി, സ്റ്റേറ്റ് ഗവൺമെന്റും ഫിലിപ്പൈൻസ് ഗവൺമെന്റുമായിട്ട് ഉള്ള ഒരു ധാരണാപത്രത്തിനായിരിക്കും ഒപ്പിടുന്നത്. ഫർദർ ഡിസ്കഷൻ ഉണ്ടാകും. അവരുടെ ഇപ്പൊ ഗവൺമെന്റ് പ്രതിനിധികൾ എന്നുള്ള നിലയിൽ അവരുടെ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് വന്നിട്ടുള്ളത്. അവർ ഈ കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്തതിനു ശേഷം അറിയിക്കുന്ന അനുസരിച്ച് മറ്റ് ഡിസ്കഷനിലൂടെ MOU